ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരാൾ താനാണ് കൊലപാതകം സ്വയം ചെയ്തതെന്ന് സമ്മതിക്കുമ്പോ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. ആളെയാണ് വർഷയുടെ ചടങ്ങ്. അറിയാം, വന്ദന എന്നെ വന്ന് കണ്ടിരുന്നു. മാഡം, ഞാൻ വിളിക്കാം. ഇതാരാ, വന്ദനയോ? ഇരിക്ക്. ആ, വന്ദന എന്താ ഈ രാത്രിയില്? മാഡത്തെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. വല്ലാതെ മനസ്സ് മടുപ്പിക്കുന്ന ചുമതലകളല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോ. ഇടയ്ക്ക് വന്ദനയുടെ ഈ ഒരു വരവ് എനിക്കൊരു റിലീഫാണ്. രാജീവിന്റെ ആക്സിഡന്റ് കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ചുമതലയാണ് എനിക്കുള്ളത്. ജഗൻ കുറ്റം സമ്മതിച്ചു, കസ്റ്റഡിയിലുമായി. അതോടെ അന്വേഷണം അവസാനിപ്പിക്കാം, ഫയലും ക്ലോസ് ചെയ്യാം. പക്ഷെ എന്താ മാഡം? ജഗനാണ് യഥാർത്ഥ കുറ്റവാളിയെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധം പല ദുരൂഹതകളും ഈ കേസിൽ ബാക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോ കേസ് അന്വേഷണം എങ്ങും എത്താത്തൊരവസ്ഥയിലാ. എന്റെ കാറിടിക്കും മുമ്പ് രാജീവിനും അയാളുടെ അമ്മയ്ക്കും മരണ കാരണമായേക്കാവുന്ന എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതാണ് എന്റെ സംശയം. വന്ദന എന്താ ആലോചിക്കുന്നത്? കുറ്റം സമ്മതിച്ച ജഗന്റെ ഭാര്യയാണല്ലോ വന്ദന. എന്താ, ജഗൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന എന്റെ നിഗമനത്തെക്കുറിച്ച് വന്ദനയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ജഗനാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് ഞാനും വിശ്വസിച്ചിരുന്നു. പക്ഷേ ആ വിശ്വാസം ശരിയല്ല എന്ന് എനിക്കും ഇപ്പൊ തോന്നുന്നു. തോന്നാനുള്ള കാരണം? ജഗന്റെ കാറ് രാജീവ് സാറിന്റെ കാറിൽ ഇടിക്കുന്നതിന് മുൻപ് മറ്റേതോ കാറ് രാജീവ് സാറിന്റെ കാറിനെ ഇടിച്ചിട്ടുണ്ടാവും എന്നാ ജഗൻ സംശയം പറയുന്നത്. അപ്പോ ആ വാഹനത്തിന്റെ ഡ്രൈവറല്ലേ യഥാർത്ഥ കുറ്റവാളി? ജഗൻ ഉണ്ടായ സംശയം തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥയെ എനിക്കും ഉണ്ടായത്. അത് പക്ഷെ യാദൃശ്ചികമാവാം. പക്ഷെ ആ സംശയത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ വന്ദനെ? യഥാർത്ഥ കുറ്റവാളി കുറ്റം ചെയ്തിട്ട് തെളിവുകൾ നശിപ്പിച്ചു. എന്നിട്ട് എല്ലാ തെളിവുകളും ജഗൻ എഗെയിൻസ്റ്റ് ആയിട്ട് മനഃപൂർവ്വം യൂസ് ചെയ്യുകയും ചെയ്തു. അണിയറയിൽ നിന്ന് കരുനീക്കങ്ങൾ നടത്തുന്ന യഥാർത്ഥ കുറ്റവാളി ആരാണെന്നുള്ള രഹസ്യമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. പക്ഷെ അത് ഞാൻ തെളിയിച്ചിരിക്കും. എന്റെ ഫ്രണ്ടും വന്ദനയുടെ ഹസ്ബൻഡും ആയ ജഗന്റെ ഇന്നസെൻസ് ഞാൻ പ്രൂവ് ചെയ്തിരിക്കും. ജഗനുണ്ടായ സംശയത്തിന്റെ തുമ്പ് നിരപരാധിത്വത്തിനുള്ള തെളിവായിട്ട് ഞാൻ മാറ്റും. വന്ദന സമാധാനമായിട്ട് പൊക്കോ. ഇനിയും ചിലപ്പോ നിങ്ങളെ ചോദ്യം ചെയ്യേണ്ടി വരും. എങ്കിൽ വന്ദനയും ജഗനും പൂർണ്ണമായിട്ടും കോപ്പറേറ്റ് ചെയ്യണം. എത്ര വേണേലും സഹകരിക്കാം. എന്ത് സഹായം വേണമെങ്കിലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു. പിന്നെ വർഷയുടെ വിവരമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ഞാൻ സംസാരിക്കുന്നുണ്ട്. ആ പാറമടയിൽ നിന്നും താഴേക്ക് വീണവരുടെ ജഡം പോലും കിട്ടിയിട്ടില്ല. മുൻപ് ഈ ലവേഴ്സിന്റെയൊക്കെ സൂയിസൈഡ് പോയിന്റ് ആയിരുന്നു അത്. അഗാധമായ കൊക്കയിലേക്ക്, അതും 1000 അടിയോളം താഴ്ചയിലേക്ക് വീണ പിന്നെ ഒരു അറിവും കിട്ടില്ല. മലയടിവാരത്തിലേക്ക് പോവാനായി കാടും മലയും പുഴയും താണ്ടി എത്തുക അതികഠിനമാണ്. ആ, വന്യമൃഗങ്ങളുടെ ശല്യം മറ്റൊരു തടസ്സവും. അവിടേക്ക് പോയ ഉദ്യോഗസ്ഥരൊന്നും ആരും ഇതുവരെ തിരികെ എത്തിയിട്ടുമില്ല. ഏതായാലും അന്വേഷണം തുടരും. മാഡം, സഹോദരി വർഷയുടെ മരണാനന്തര ചടങ്ങ് അടുത്ത ദിവസം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കാം. അതിന് ജഗന് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കഴിയുമെങ്കിൽ ആ ഒരു സഹായം ചെയ്തെന്ന വലിയ ഉപകാരമായിരിക്കും. ഒരിക്കലും എനിക്കതിന് കഴിയില്ല വന്ദന. കോടതി ശിക്ഷിച്ച ഒരാളെ ഞാൻ വിചാരിച്ചാലൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്യാൻ കോടതിക്ക് കഴിയും. ഈ കേസിൽ നോ ചാൻസ്. കാരണം ഈ കുറ്റം ജഗൻ ചെയ്താണെന്ന് പറഞ്ഞ് സ്വയം ഏറ്റെടുത്തതാണ്. വന്ദന പൊക്കോളൂ.
ശരി മാഡം. ഉം. ഈ കേസിലെ യഥാർത്ഥ പ്രതി ജഗനല്ല, മറ്റാരോ ആണ്. ഇവൾക്കെന്താ രാത്രിയിലെ പോലീസ് സ്റ്റേഷനിലെ കാര്യം? മനസ്സിലായി. രാജീവ് ആക്സിഡന്റ് കേസിൽ പ്രതിയായി ജഗനകത്താണല്ലോ. ജഗന്റെ സുഹൃത്താണല്ലോ പുതിയ ACP. ACPയോട് ജഗന്റെ വിവരം തിരക്കാൻ വന്നതായിരിക്കും. ജഗനെ പുറത്തിറക്കാനുള്ള ശ്രമത്തിലായിരിക്കും. രാത്രിയെന്നില്ല പകലെന്നില്ലാതെ കയറി ഇറങ്ങി ചെരുപ്പ് ചെയ്യുന്നതിന് മിച്ചം. അഹങ്കാരി. രമേശേ. പ്രകാശ, നീ എന്താ ഈ നേരത്തൂടെ? ഒരു വഴിക്ക് പോയിട്ട് വന്നതാ. വണ്ടി എടുത്തില്ല, കുറച്ച് നടക്കാന്ന് കരുതി. ഒന്നുമില്ലേലും കൊളസ്ട്രോള് കുറച്ച് കുറയില്ലോ. എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. വാ, നമുക്ക് ഓരോ ചായ കുടിക്കാം. ചായയൊക്കെ പിന്നീടാവാം. അല്ല, എന്റെ സഹോദരി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ടു. അവൾ എന്തിനാ വന്നേന്ന് അറിയോ? ഏത് സഹോദരി? വന്ദന. വന്ദന വന്ന കാര്യം പറയാം. രമേശ്, ACP വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഓ നാശം. പ്രകാശേ, പുരപ്പുറം തൂക്കുന്ന ഒരു പുത്തൻ അച്ചിയാ പുതിയ ACP. വിളിക്കുമ്പോ ചെന്നില്ലെങ്കിൽ പ്രശ്നമാവും. നമുക്ക് പിന്നെ കാണാം. പെട്ടെന്ന് വന്നേ. ജഗൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ജഗൻ ഓർത്താ കൊള്ളാം. ഞാൻ ജഗനെ മനഃപൂർവ്വം പ്രതിയാക്കി ജയിലിലിട്ട് അടച്ചതല്ല. ഒരാൾ താനാണ് കൊലപാതകം സ്വയം ചെയ്തതെന്ന് സമ്മതിക്കുമ്പോ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. ആളെയാണ് വർഷയുടെ ചടങ്ങ്. അറിയാം, വന്ദന എന്നെ വന്ന് കണ്ടിരുന്നു. ജഗൻ ഇപ്പൊ കിടക്കുന്നത് പോലീസ് ലോക്കപ്പിലല്ല, സബ് ജയിലിലാണ്. പോലീസ് ലോക്കപ്പിലായിരുന്നെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയായിരുന്നു ജഗൻ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ. മാഡം, വർഷ എനിക്കെന്റെ കൂടപ്പുറപ്പിനെ പോലെ. മാനത്തെ കൊട്ടാ